ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 ഒരു സർവൈവൽ ഡിസാസ്റ്റർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി എർത്ത് ക്യുക്ക് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയാൽ ഈ ഒരു മൂവി കണ്ടു തുടങ്ങിയിട്ട് പകുതിയാകുമ്പോഴത്തേക്ക് 2018 പുറത്തിറങ്ങിയ ഒരു മൂവിയാണ്. എന്നാൽ ഇപ്പോഴും കാണുമ്പോഴും ഇതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള രീതിയിൽ ഓരോ നിമിഷവും നമ്മൾ പേടിച്ച് കണ്ടുപോകും. അതുപോലെ നിങ്ങളെ ഓരോ നിമിഷവും ഞെട്ടിക്കുന്നൊരു മൂവി. ഇപ്പം ഈ ഒരു മൂവിയെ പറ്റി വേറെ ഒന്നും പറയുന്നില്ല, അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാണെന്ന് എനിക്കറിയാം. അപ്പോൾ കഥ പറയാനായിട്ട് ഇതേ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് നോർവേ എന്ന് പറഞ്ഞ ആ ഒരു നാട്ടിൽ നിന്നാണ്. നോർവേ നാടുകളിലെ പ്രകൃതി ഭംഗിയെപ്പറ്റി ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത്രയും മനോഹരമായിട്ടുള്ളൊരു നാട്. ഇപ്പം ആ ഒരു നാടിനെ പറ്റി കാണിച്ചിട്ട് അത് കഴിഞ്ഞൊരു TV ഷോയിൽ ഒരു റിസർച്ചറിനെ കാണിക്കുന്നു. അപ്പോൾ കൂടി ഇരിക്കുന്ന ആ ഒരു റിപ്പോർട്ടർ, സാർ നമ്മുടെ നാട്ടിലെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു എർത്തിക്കൊക്കെ വരുന്നുണ്ടല്ലോ, വേറെ നല്ല ഭൂമി കുലുക്കം, അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാനും എൻ്റെ ടീമും കുറേ കാലമായിട്ട് ഇതിനെപ്പറ്റി റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ പ്രകൃതിയായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളും നമുക്ക് തടയാൻ കഴിയത്തില്ല. മാക്സിമം ജനങ്ങൾ വേണം അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അതേ സ്റ്റുഡിയോയിലുള്ള നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ക്രിസ്ത്യനെയാണ്. ഇപ്പം എല്ലാവരും വളരെ റെസ്പെക്റ്റോട് തന്നെ ഹീറോയെ അവിടേക്ക് വെൽക്കം ചെയ്യുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇതിനു മുന്നേ വലിയൊരു സുനാമി ഇവരുടെ നാട്ടിൽ സംഭവിച്ചപ്പോൾ അതിൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചത് നമ്മുടെ ഹീറോ ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹീറോയെ എല്ലാവരും ഒരു റിയൽ ഹീറോ ആയിട്ട് കാണുന്നത്. പക്ഷെ അതിനിടയിൽ ഹീറോ മറ്റാരോടും പറയാത്ത വലിയൊരു രഹസ്യം ഉണ്ടായിരുന്നു. അത് ഇതുവരെയും ഹീറോ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ആ ഒരു രഹസ്യത്തെ പറ്റി വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ചിലപ്പോൾ ഹീറോയെ കളിയാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാലം അവൻ ആരോടും പറയാതെ ആ ഒരു കാര്യം രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു റിപ്പോർട്ടർ ആണെങ്കിലോ ഹീറോയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടി ഹീറോ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ ഹീറോ ഒരു സുനാമിയിൽ നിന്ന് ഒരുപാട് പേര് രക്ഷിച്ചെന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ ആ ഒരു മൂവി ദ വേവ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം, മറക്കാതെ ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഇപ്പോൾ ഈ ഒരുപാട് വർഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിട്ട് ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം കാരണം രണ്ടുപേരും വേറെ വേറെ താമസിക്കുകയാണ്. അതുമല്ല ഹീറോയ്ക്ക് കുട്ടികളുണ്ട്. അവരെ രണ്ടുപേരും നോക്കുന്നത് ഹീറോയിനാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഡിവോഴ്സ് ആയതിന് ശേഷം അവനാകെ ഒറ്റയ്ക്ക് ഒരു വല്ലാത്ത ജീവിതമാണ് ജീവിക്കുന്നത്. ഇപ്പം അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു ദിവസം നമ്മുടെ ഹീറോയുടെ മകൾക്ക് അവനെ കാണണമെന്നുള്ളൊരു ആഗ്രഹം. അതുകൊണ്ട് അവളിപ്പോൾ അവൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുന്നതും ഹീറോ അവളെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട്, അതേപോലെ തന്നെ പേടിയുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഹീറോ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമികുലുക്കവും സുനാമി കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഹീറോയുടെ മകളുടെ പേര് ജൂലിയ എന്നാണ്. ഇപ്പം അവളെ വിളിച്ചിട്ട് നേരെ അകത്തേക്ക് കൊണ്ടുപോകുന്നതും ജൂലിയ കാണാനൊരു ചെറിയ പെൺകുട്ടിയാണെങ്കിലും ഭയങ്കര ബുദ്ധിയാണ്. അവൾ കാണുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ടുള്ള കഴിവ് അവൾക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ താമസിക്കുന്ന ആ ഒരു വീടിനകത്തേക്ക് വരുന്നതും ജൂലിയ അവിടെയുള്ള ചുമരിൽ ഒരുപാട് ആളുകളുടെ ഫോട്ടോസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം അത് ആരാണെന്ന് അവൾക്കറിയത്തില്ല, പക്ഷെ അത് കുറേ നേരമായിട്ട് അവൾ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ ഹീറോ അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ജൂലി ചോദിക്കുന്നത്, അല്ലച്ചാ ഇതൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ ഇത് ആ ഒരു സുനാമിയിലും ഭൂമി ഉൽക്കത്തിലും മരണപ്പെട്ടു പോയവരാണ്. ഇവരെ എല്ലാവരും എനിക്ക് ഒരിക്കലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് അവൻ വിഷമത്തോടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം അവൻ വിശ്വസിക്കുന്നത് അവരെല്ലാവരും മരിക്കാനുള്ള ഒരു കാരണക്കാരൻ താനാണെന്നും കൂടിയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ തൻ്റെ മകളുമായിട്ടുള്ള ആ ഒരു സമയമുണ്ടല്ലോ, അവനത് നല്ലതുപോലെ തന്നെ ചിലവഴിക്കുന്നുണ്ട്. അതുമല്ല അവനുള്ളൊരു പേടി എന്താണ്, ഈ സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു ഭൂമി കുലുക്കുമോ അല്ലെങ്കിൽ ഒരു സുനാമിയോ സംഭവിക്കാം. അതുകൊണ്ട് ജൂലി അധികം നേരം ഇവിടെ നിർത്താനായിട്ട് കഴിയത്തില്ല. തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചുവിടാമെന്നും പറഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ജൂലിയെ അവൻ അവളുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിടുന്നുണ്ട്, അത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക്. ഇപ്പം അതേ സമയം മറ്റൊരിടത്ത് കോൺ എന്ന് പറഞ്ഞിട്ടൊരു റിസർച്ചറിനെ കാണിക്കുകയാണ്. ഇപ്പം അടുത്തിടെ സംഭവിച്ച ഈ ഒരു ഭൂമി കുലുക്കവും മറ്റു കാര്യങ്ങളെല്ലാം അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാൾ ഇപ്പോൾ ഒരു ടണലിനുള്ളിലേക്ക് നടന്നു പോകുന്നു. അങ്ങനെ അതിനുള്ളിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കാണ് ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നത്. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭൂമി കുലുങ്ങുന്നതും ഇവർക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് എല്ലാം കൂടി പൊളിഞ്ഞ് അവരുടെ മുകളിലേക്ക് വീണിട്ട് ഇപ്പോൾ കോണും അവൻ്റെ അസിസ്റ്റന്റും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും അതിനകത്ത് വെച്ച് മരിക്കുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ്, അടുത്ത ദിവസത്തെ ന്യൂസിൽ ഈ കാര്യങ്ങളെല്ലാം ലോകത്ത് എല്ലാവരും അറിയുന്നുണ്ട്. ഇതുപോലെ ഭൂമി കുലുക്കത്തിലെ 2 റിസർച്ചർമാർ മരിച്ചുപോയി എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം അറിയുന്നത് നമ്മുടെ ഹീറോ ആ ഒരു ഫോട്ടോ നോക്കുമ്പോഴത്തേക്കാണ് ആ മരിച്ചുപോയ ആ ഒരു കോണെന്ന് പറഞ്ഞാൽ അവൻ വേറെ ആരുമല്ല, അത് നമ്മുടെ ഹീറോയുടെ സുഹൃത്തായിരുന്നു. ഇപ്പം അതേപോലെ തന്നെ ഒരു സംശയം നമ്മുടെ ഹീറോയ്ക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഭൂമി കുലുക്കം പലയിടങ്ങളിലായിട്ട് ഈ ഒരു എർത്തിക്കൊക്കെ വരുന്നതിന് കാരണം എന്താണെന്ന്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു പാഴ്സൽ വന്നതായിട്ട് ഹീറോ കാണുന്നത്. ഇത് വേറെ ആരുമല്ല അയച്ചത്, മരിച്ചുപോയ കോണെന്ന് പറഞ്ഞ ആ ഒരു റിസർച്ചർ ഉണ്ടല്ലോ, അയാളാണ്. അയാൾ മരിക്കുന്നതിന് മുന്നേ അയച്ചൊരു പാഴ്സലായിരുന്നു ഇത്. ഇപ്പം അതെടുത്തിട്ട് നമ്മുടെ ഹീറോ തുറന്ന് നോക്കി വായിക്കുമ്പോഴത്തേക്കാണ് ഈ കോൺ ഈ ഭൂമി കുലുക്കത്തെ പറ്റി റിസർച്ച് ചെയ്ത ആ ഒരു ഫയലുകളും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസാണ് ഹീറോയ്ക്ക് അയച്ചത്. ഇപ്പം അങ്ങനെ ഓരോന്നും വായിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ടണലിനടുത്തായിട്ട് ഈ ഭൂമി കുലുക്കാൻ സംഭവിക്കാനുള്ള ആ ഒരു മാഗ്നറ്റ്യൂഡ് അതിൻ്റെ അളവ് കുറച്ച് കൂടുതലാണെന്നുള്ള കാര്യം ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും പിന്നെ അവന്റെ ഫൈനൽ റിസൾട്ട് ഇതിൽ നിന്ന് അവൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ നഗരത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ആ ഒരു എർത്തിക്യൂക്കിന്റെ മാഗ്നറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഇപ്പോൾ കാണിക്കുന്നത് ഒരു 6%, പക്ഷെ ഇനിയാണെങ്കിൽ ഒരു 10% എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നഗരം മുഴുവനായിട്ടും ഇല്ലാണ്ടാവും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് മരണപ്പെടും, അതും 1000-ഓളം ആളുകൾ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ നഗരത്തിലുള്ള എല്ലാവരെയും ഉടനെ തന്നെ മാറ്റണമെന്നുള്ള കാര്യവും ആ റിപ്പോർട്ടിന്റെ അവസാനം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം എല്ലാവരെയും അറിയിക്കണം. അതേപോലെ തന്നെ തന്റെ ഭാര്യ, കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും അത് പ്രശ്നമാണ്. അങ്ങനെ ഇതെല്ലാം ഇതിന്റെ അതോറിറ്റികളുണ്ടല്ലോ അവരെ അറിയിക്കാൻ വേണ്ടി ഹീറോ ആ റിപ്പോർട്ടുമായിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയാണ് നമ്മുടെ ഹീറോ, അവന്റെ സുഹൃത്ത്, ഇവരെല്ലാവരും ഇതിനു മുന്നേ വർക്ക് ചെയ്തത്. ഇപ്പൊ അവിടെ ജോൻ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്. ഇവനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് കണ്ടല്ലോ. അങ്ങനെ കണ്ടതും അങ്ങനെ ഹീറോ അങ്ങനെ കോൺ അയച്ച ആ ഒരു റിസർച്ച് പേപ്പറും എല്ലാ കാര്യങ്ങളും ജോവന് കാണിച്ചു കൊടുത്തിട്ട് ഇനി ഉടനെ തന്നെ വലിയൊരു ഭൂമി ഉൽക്ക ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിനു മുന്നേ നമ്മൾ ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കണം, അവരെ എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റണം. അതുമല്ലാതെ കോൺ മരിച്ചു പോകാനുള്ള ആ ഒരു കാരണവും ഇതേ ഭൂമി ഉൽക്കമാണെന്ന് പറയുന്നത്. ഇതെല്ലാം കേട്ട ജോവനാണെങ്കിലോ അതൊന്നും വലിയ കാര്യമാക്കാതെ പേടിക്കാതെ, ഇത് നോക്ക് ക്രിസ്ത്യൻ, ഞങ്ങളുടെ ഈ ഒരു ഓർഗനൈസേഷൻ ഭൂമി ഉൽക്ക എപ്പോൾ വരും, എത്ര ശക്തമായിട്ടത് വരും എന്നുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുമല്ലാതെ മണ്ണിനടിയിലുള്ള ആ ഒരു വൈബ്രേഷൻ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് തന്നെ ഞങ്ങളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഭൂമി കുലുക്കം എന്ന് പറയുന്ന ഒരു സംഭവം പോലും വരത്തില്ല എന്നല്ല അയാൾ നിസ്സാരമായിട്ട് പറയാണ്. ഇപ്പൊ ഈ ഒരു പ്രകൃതിയോട് കളിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ഇവൻ എന്താണ് ഈ പറയുന്നതെന്ന് ഞാൻ നോക്കാണ്. അതുമല്ല ജോവൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കോൺ ഒരിക്കലും ഭൂമി കുലുക്കത്തിലല്ല ആ ഒരു ടണൽ ഇടിഞ്ഞു വീണ് മരിച്ചത്. അതിനടുത്തായിട്ട് തന്നെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ടായിരുന്നു. അവിടെ നടത്തിയ ചെറിയൊരു സ്ഫോടനത്തിലാണ് ആ ഒരു ടണൽ ഇടിഞ്ഞു വീണിട്ട് അവൻ മരിച്ചത്. അതുകൊണ്ട് നീ പറയുന്നത് പോലെ കോണിന്റെ മരണവും ഭൂമി കുലുക്കവുമായിട്ട് ഒരു ബന്ധവുമില്ല, അതൊരു ആക്സിഡന്റ് ആണെന്ന് പറയുന്നത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം കോണിന്റെ ആ ഒരു കഴിവ് അതിനെപ്പറ്റി ഹീറോയ്ക്ക് നല്ലതുപോലെ അറിയാം. അവൻ കണ്ടുപിടിച്ച ഒരു കാര്യം ഒരിക്കലും തെറ്റായിരിക്കത്തില്ല. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്തായാലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ അവിടെ നിന്ന് നേരെ പോകുന്നത് കോണിന്റെ വീട്ടിലേക്കാണ്. ഇപ്പൊ കോണിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ കോണിന്റെ മകളായിട്ടുള്ള മെരീറ്റ ഉണ്ട്. അവൾക്ക് നമ്മുടെ ഹീറോയെ നേരത്തെ തന്നെ അറിയാം. അങ്ങനെ മെരീറ്റ അവളുടെ അച്ഛന്റെ റൂമിലേക്ക് നമ്മുടെ ഹീറോയെ കൊണ്ടുപോകുന്നതും ഹീറോ ഇപ്പൊ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് കല്ലുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഹീറോ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് കോൺ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ മണ്ണിന്റെ ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ ഇതിനെ പറ്റിയെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ കളക്ട് ചെയ്ത് വെച്ച കല്ലുകളാണിതെല്ലാം. ഇപ്പോൾ ഹീറോ അവന്റെ റിസർച്ചുകൾ ആ ഒരു റൂമിൽ അവൻ കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഡീപ്പായിട്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. കോണിന്റെ ഫാമിലി ഉണ്ടല്ലോ അവന്റെ ഫാമിലി ഉള്ളതും ആ ഒരു ഭൂമി ഉൽക്കാൻ സംഭവിക്കാൻ പോകുന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യം അറിയുന്നത് ഹീറോ ഉടനെ തന്നെ ജോനെ വിളിച്ചിട്ട് ഇപ്പൊ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കുകാരും അവരുടെ കോൺട്രാക്ടർ ഉണ്ടല്ലോ അയാളുടെ നമ്പറെല്ലാം ചോദിച്ചു വാങ്ങി. കാരണം അവരോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇപ്പോൾ തന്റെ കുടുംബത്തിലെ നമ്മുടെ ഹീറോയിനെയും അവളോട് മിണ്ടത്തില്ലാന്നുണ്ടെങ്കിലും തന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ആ ഒരു ചുമതല നമ്മുടെ ഹീറോയ്ക്കാണല്ലോ. അതുകൊണ്ട് അവരോടും ഈ കാര്യം പറയാൻ വേണ്ടി അതുകൊണ്ട് അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ഹീറോ ഇപ്പൊ തന്റെ മകനെ കാണുമ്പോഴത്തേക്ക് അവന് നല്ല സന്തോഷമാവുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാണല്ലോ. അങ്ങനെ അകത്തേക്ക് കയറി ഹീറോ ആണെങ്കിലോ ഈ ഒരു ഭൂമി കുലുക്കത്തെ പറ്റിയും അതിന്റെ അപകടത്തെ പറ്റിയും പറയാനാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ ഹീറോയിൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാണ്. ഇതുപോലെ ജൂലി ഉണ്ടല്ലോ അവൾക്ക് ഇന്ന് ഒരു ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അതിൽ നീ അവളോടൊപ്പം പോകണം, നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ചുകൂടി സമാധാനമാവുന്നത് പറയുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അവൻ ഇത്രയും നേരം പറയാൻ വന്ന ആ ഒരു കാര്യമെല്ലാം മറന്നിട്ട് ഇത്രയും കാലം ഈ ഒരു ഡിസാസ്റ്റർ ഭൂമി കുലുക്കം അത് ഇതെന്ന് പറഞ്ഞിട്ട് മനസ്സ് മൊത്തം കൺഫ്യൂഷനാക്കി ആ ഒരു ടെൻഷനിലല്ലേ നടന്നേ. ഇപ്പൊ തന്റെ കുടുംബത്തിനോടൊപ്പം ചേരുമ്പോഴത്തേക്കും വീണ്ടും അവൻ സന്തോഷിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത ദിവസം നമ്മുടെ ഹീറോയെ നേരെ സ്കൂളിലേക്ക് വന്ന് തന്റെ മകൾ ജൂലി ഉണ്ടല്ലോ അവളോട് ഇത് നിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അച്ഛനും വരുമെന്ന് പറയുമ്പോൾ ജൂലിയേക്കും ഭയങ്കര സന്തോഷമായിട്ട് ഇതേ സമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ വീണ്ടും ആ ഒരു റിസർച്ചും കാര്യങ്ങളും കോണിന്റെ ആ ഒരു വീടുണ്ടല്ലോ അവിടെ ചെന്നിട്ട് ആ ഒരു റിസർച്ചും കാര്യങ്ങളും അതിലേക്ക് മാത്രം അവന്റെ ശ്രദ്ധ കൊടുക്കുകയാണ്. ഇപ്പൊ ആ ഒരു പേപ്പറുകളെല്ലാം ഹീറോ വീണ്ടും പഠിച്ചു നോക്കുമ്പോഴത്തേക്കാണ് അവൻ അതിലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അതുകൊണ്ടെന്നാണ് നമ്മുടെ കോൺ അവസാനമായിട്ട് പോയ ആ ഒരു സ്ഥലം, അവൻ മരിച്ച ആ ഒരു സ്ഥലം അവിടേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് മെറിറ്റിനോട് പറയും. അപ്പോൾ അവൾ പറയും ഇല്ല അതൊരിക്കലും കഴിയത്തില്ല, കാരണം അവളുടെ അച്ഛൻ മരിച്ച ആ ഒരു സ്ഥലത്തേക്ക് അവൾക്ക് എങ്ങനെ പോകാൻ കഴിയും, അതുകൊണ്ട് അവൾക്ക് അവിടേക്ക് പോകാനായിട്ട് താല്പര്യമില്ലെന്ന് ആദ്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ അവൾ അവിടേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് അവസാനം നമ്മുടെ ഹീറോയെ ആ ഒരു ടണലിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു ടണലിനകത്തേക്ക് എത്തിയതിന് ശേഷം ഹീറോ നേരെ കോൺ മരിച്ച ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് അവിടെ എല്ലാം നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് പാറകളുണ്ടല്ലോ അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതൊന്നുമല്ല, ആരും അവിടെ കളക്ട് ചെയ്ത് മാറ്റി വെച്ചതുപോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഹീറോ അവിടെ നിന്ന് കുറച്ച് പാറകൾ കളക്ട് ചെയ്ത് അതിന്റെ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് അതിനെ പറ്റിയുള്ള കാര്യം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെറിറ്റിനെ കൂട്ടി
കാരണം അധികം നേരം ആ ഒരു ടണലിനുള്ളിൽ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവളെ കൂട്ടിയിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് വരും. ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയെ വിളിക്കുന്നത് ഇതുപോലെ. അല്ല, നിങ്ങൾ എവിടെയാണ്? മകളുടെ പെർഫോമൻസ് തുടങ്ങി, കാണാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആ ഒരു കാര്യത്തെ പറ്റി അങ്ങ് മറന്നുപോയി. അപ്പോൾ അതിനെപ്പറ്റി ഹീറോ സോറി എല്ലാം പറയുമ്പോഴത്തേക്കും ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഹീറോയിൻ അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയത്. കാരണം അവന് ഈ ഒരു ഫാമിലിയെ നോക്കാൻ സമയമില്ല, എപ്പോഴും തൻ്റെ ജോലി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് അവളും അവനോട് ജീവിക്കാനായിട്ട് താല്പര്യമില്ലാതെ ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്നത്. ഇപ്പം എന്തായാലും ഹീറോ സോറി എല്ലാം പറഞ്ഞിട്ട് ശരി ഞാൻ പെട്ടെന്ന് അവിടേക്ക് വരികയാണെന്നെല്ലാം പറയുന്നത്. ഇപ്പം അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഹീറോയിൽ നിൽക്കുന്ന ആ ഒരു പട്ടണം ഉണ്ടല്ലോ, അവിടെയുള്ള പവർ മൊത്തത്തിൽ കട്ടാവുന്നു. അതേ സമയം കാണിക്കുമ്പോൾ ആഹാ, വേറൊന്നല്ല, അവിടെ ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അവളുടെ മകളുള്ള ആ ഒരു സ്ഥലം, ഇവിടെയെല്ലാം പെട്ടെന്ന് ഒരു ഭൂമി കുലുക്കം സംഭവിക്കുകയാണ്. അത് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ ജൂലിയ ഡാൻസ് കളിക്കുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഓടിപ്പോകുന്നതും പെട്ടെന്ന് ആ ഒരു ബിൽഡിങ്ങിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നു. അതുമല്ല, അതിനിടയിൽ പെട്ടിട്ട് ഒരുപാട് പേര് പാവം അവർ മരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ അങ്ങനെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു ആളുകൾ അലറി വിളിക്കുന്ന ശബ്ദം, ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ ഫോണിലൂടെ കേട്ടിട്ട് അവിടെ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് കാർ വിടാൻ പറഞ്ഞിട്ട് നല്ല വേഗത്തിൽ ഇവർ രണ്ടുപേരും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ആ ഒരു ബിൽഡിങ്ങിനകത്ത് തന്റെ മകൾ ജൂലിയ അന്വേഷിക്കുകയാണ്. ജൂലിയ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്നു, അവളെ എവിടെയും കാണുന്നില്ല. അങ്ങനെ നോക്കി അവസാനം ഒരു കോർണറിൽ പേടിച്ചിരിക്കുന്ന നമ്മുടെ ജൂലിയെ ഹീറോയെ കണ്ടുപിടിക്കും. നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവളെ വിളിച്ചിട്ട് ഇവര് രണ്ടുപേരും അവിടെ നിന്നും പെട്ടെന്ന് വെളിയിലേക്ക് പോവും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും മെറിറ്റയും അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോയിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കുറേ നേരം ട്രൈ ചെയ്ത് അവസാനം കോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയും പറയും, ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും സേഫ് ആയിട്ട് വീട്ടിലേക്ക് എത്തിയെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് കുറേ സമാധാനമാവുന്നത്. ഇപ്പൊ അതേ സമയം തന്നെ നമ്മുടെ ഹീറോയ്ക്ക് കുറ്റബോധം കൂടിയുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് അവൻ അവളോടൊപ്പം തന്റെ മകളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിൽ പോലും അവന് കൂടെ നിൽക്കാൻ കഴിയുന്നില്ല. ആ ഒരു കുറ്റബോധം എല്ലാം കാരണം അവൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ നമ്മുടെ ജോവനുണ്ടല്ലോ, അവനെ ഹീറോ കാണുന്നുണ്ട്. അപ്പോൾ ഹീറോ ഓടി ജോവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ ജോവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ബിൽഡിങ്ങിന്റെ പല ഭാഗങ്ങളും ചെക്ക് ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഭൂമിയിലൊക്കെ സംഭവിച്ചത്, ഈ ബിൽഡിങ്ങിന്റെ അവസ്ഥ എന്താണെന്നെല്ലാം ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹീറോ നേരെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ, എന്തേ നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിൽ ഇത് നേരത്തെ കാണിച്ചില്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ജോവൻ ഇപ്പൊ തന്റെ ടീമിന് മുന്നിലേ നാണക്കേടാവുമല്ലോ, അതുകൊണ്ട് തന്റെ ടീമിനെ രക്ഷിക്കാൻ വേണ്ടി, ഇല്ല ഇതൊരു ഭൂമി കുലുക്കമൊന്നുമല്ല, ഇത് ഈ ഒരു ബിൽഡിങ്ങിന്റെ കുഴപ്പമാണ്, ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്ര ഉറപ്പോടെയല്ല കെട്ടിയത്, അതുകൊണ്ട് ഇത് വളരെ വീക്കാണ്, ഈ ബിൽഡിംഗ് കെട്ടിയവരാണെങ്കിൽ ഒരുപാട് പണം ഇതിൽ നിന്ന് മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു, അതുകൊണ്ടാണ് ഇത് ഇത്ര വീക്കായിട്ട് കെട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാക്കി ഈ ഭൂമി കുലുക്കം കാരണമല്ല ഇത് സംഭവിച്ചതെന്നാണ് അവൻ പറയുന്നത്. കാരണം ജോവൻ ഇപ്പോൾ ഈഗോയാണ് നമ്മുടെ ഹീറോ ഇങ്ങനെയെല്ലാം ചോദിച്ചതുകൊണ്ട്. പക്ഷെ ഹീറോയ്ക്ക് അറിയാം ഇവൻ എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം സംഭവിച്ചതിന്റെ കാരണം ഭൂമി കുലുക്കമാണെന്ന്. ഇപ്പൊ അതിനെപ്പറ്റി ഇവനോട് പറഞ്ഞ് വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കിയ ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇപ്പോൾ ഹീറോ തിരിച്ചു വരുന്നത് തന്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഹീറോയിനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ ഒരു പേടിയുണ്ട്. കാരണം അവിടെ സംഭവിച്ച ആ ഒരു കാര്യം ജൂലിയ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഇതെല്ലാം കാരണം അവൾ വിഷമിച്ചിരിക്കുമ്പോൾ ഹീറോ നേരെ ഹീറോയിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവളോട് ആദ്യം സോറി പറയും. കാരണം തന്റെ കുടുംബത്തോടൊപ്പം അവന് കഴിയാൻ പറ്റാത്തതിന്റെ ആ ഒരു കാരണം, ഈ കാരണങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൻ സോറി പറഞ്ഞ് അവന്റെ യഥാർത്ഥ വിഷയം എന്താണെന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഹീറോയിനും അത് മനസ്സിലായിട്ട് അവനെ കെട്ടിപ്പിടിച്ച് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ജോലിക്കായിട്ട് ഹോട്ടലിലേക്ക് പോകുന്നു. കാരണം ഇതിനു മുന്നേയുള്ള ഇത് വേവ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ നമ്മുടെ ഹീറോയിൻ ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്തത്. അതേപോലെ ഇപ്പോഴും നമ്മുടെ ഹീറോയിൻ ആ ഒരു ജോലിക്ക് വേണ്ടി പോകുന്നതും ഇത്തവണ അവളുടെ മുഖത്തൊരു നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഹീറോയെ തിരിച്ചു കിട്ടി, തന്റെ ഭർത്താവ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ആ ഒരു സന്തോഷം. ഇതേ സമയം നമ്മുടെ ഹീറോയുടെ മകനുണ്ട്, അവനാണെങ്കിൽ ഇപ്പോൾ വലിയൊരു കോളേജിൽ പഠിക്കുകയാണ്. ഇപ്പൊ അവനെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ മെരീറ്റയെ കാണിക്കുമ്പോൾ മെരീറ്റ അവളുടെ അച്ഛൻ്റെ ആ ഒരു കോണിന്റെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ അത് തുറന്നു നോക്കി അത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു ഫോൾഡർ അവൾ കാണുന്നത്. ഇപ്പൊ അതിൽ ആ ഒരു ഫോൾഡറിലുള്ള വീഡിയോ എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് എലികളെ വെച്ചിട്ട് ഒരുപാട് എക്സ്പെരിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അവൾ നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതും മെരീറ്റ അടുത്തതായിട്ട് വിളിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. എന്നിട്ട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നതും ആ ഒരു എലികളെല്ലാം അതിൽ മരിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതിന് കാരണം എന്തോ ഒരു വിഷവായുവാണ്. അപ്പൊ അതിനെപ്പറ്റി ഹീറോ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു സത്യം മനസ്സിലാവുന്നത്. ആ വലിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിച്ചതിന് ശേഷം ഈ വിഷവായുവും കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം പുറത്തേക്ക് വന്ന് അത് കാരണമാണ് ഒരുപാട് ജീവികൾ ആ ഒരു പരിസരങ്ങളിൽ മരിച്ചുപോയത്. ഇവിടെയാണ് കോൺ കണ്ടുപിടിക്കാൻ ശ്രമിച്ച യഥാർത്ഥ കാര്യം അതെന്താണെന്ന് മനസ്സിലാവുന്നത്. സത്യത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോഴത്തേക്ക് ഭൂമിക്കടിയിലുള്ള വിഷവാതകങ്ങളുണ്ടല്ലോ ഇതെല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും ഭയങ്കര അപകടമായിരിക്കും. കാരണം പല 100 വർഷങ്ങളായിട്ട് ഭൂമിക്കടിയിലെ തങ്ങി നിൽക്കുന്ന വിഷവായുവാണത്. അപ്പൊ ഈ ഒരു വിഷവാതകങ്ങളെല്ലാം വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമി ഉൽക്കം സംഭവിച്ച് മരിക്കുന്നതിൽ കൂടുതൽ ആളുകൾ പിന്നെയും മരിക്കുന്നുള്ള കാര്യം ഹീറോ മനസ്സിലാക്കിയിട്ട് ഇതിനെപ്പറ്റി എന്തായാലും
ജനങ്ങളെ അറിയിച്ചേ പറ്റൂ. കാരണം ഈ ഒരു നഗരത്തിലുള്ള എല്ലാവരെയും ഇവിടെ നിന്ന് ഉടനെ തന്നെ മാറ്റണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജൂലിയ, മെറീറ്റ ഇവരെ രണ്ടുപേരെ പെട്ടെന്ന് തന്നെ ഒരു കാറിലേക്ക് കയറ്റി. അത് കഴിഞ്ഞിട്ടെന്നാണ് ഹീറോയുടെ മകനെ വിളിക്കുന്നു. അവനാണെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹീറോ എത്ര വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. എന്തോ ഒരു സാധാരണ കോളാണെന്ന് വിചാരിച്ചിട്ടാണ് അവനത് കാര്യമാക്കാത്തത്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് തന്റെ മകനെ വെറുതെ വിട്ടിട്ട് വരാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ഹീറോ ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ പോവാണ്. കാരണം അവിടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരെല്ലാവരെയും രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് ഹീറോ ഇപ്പോൾ മറ്റൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അതും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇതുപോലെ യൂണിവേഴ്സിറ്റിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നതും ഇതറിയുന്ന പോലീസുകാരെന്താണ് അവിടെയുള്ള സ്റ്റുഡൻസിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരെയും പെട്ടെന്ന് വെളിയിലേക്ക് ഇറക്കും. അത് കഴിഞ്ഞ് ഹീറോ നേരെ പോകുന്നത് തന്റെ ഭാര്യയെ കാണാൻ വേണ്ടി, ഹീറോയിനെ കാണാൻ വേണ്ടി. ഇപ്പോൾ ഹീറോ കാർ വിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ജൂലിയ ഹീറോയുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ജൂലിയോട് പറയും, ജൂലിയ നീ ഇവിടെ തന്നെ ഇരിക്കും, അച്ഛനോടൊപ്പം വരരുത്, അച്ഛൻ അമ്മയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ്. ഹീറോ നേരെ ആ ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ ജൂലിയയ്ക്ക് കാറിലിരിക്കാനായിട്ട് ഭയങ്കര പേടി. അതുകൊണ്ട് അവളും പെട്ടെന്ന് ഹീറോ അറിയാതെ അവന്റെ പിറകെ തന്നെ പതിയെ പതിയെ ഹോട്ടലിനകത്തേക്ക് കയറി വരികയാണ്, അവൻ കാണാതെ. ഇപ്പോൾ നമ്മുടെ ഹീറോ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ഒന്നും വിടാതെ എല്ലാം അവളോട് പറഞ്ഞ് ഇപ്പോൾ വലിയൊരു അപകടം സംഭവിക്കാൻ പോകണം, അതിനു മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹോട്ടലിലെ എമർജൻസി അലാറം ഉണ്ടല്ലോ അത് ഓണാക്കി വിട്ടിട്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹോട്ടലിൽ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു മനസ്സിലാക്കി എല്ലാവരും വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയിനും നേരെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് നേരെ താഴേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഇവരറിയുന്നില്ല നമ്മുടെ ജൂലിയ ഈ ഒരു ഹോട്ടലിനകത്ത് കയറിയ കാര്യം. അങ്ങനെ ഇവർ രണ്ടുപേരും ലിഫ്റ്റ് വഴി താഴേക്ക് വരുമ്പോൾ ഇവിടെയാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. പെട്ടെന്ന് ഈ നഗരത്തിലുള്ള പവറെല്ലാം കട്ടാവുന്ന ഒരു ഒറ്റ നിമിഷം കൊണ്ട്. അതുപോലെ ഈ ഒരു ലിഫ്റ്റ് ആണെങ്കിൽ പാതി വഴിയിൽ നിൽക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ എല്ലായിടത്തും ഇരുട്ടായിപ്പോയി. ഇപ്പം നമ്മുടെ ജൂലിയെ കാണിക്കുമ്പോഴത്തേക്കും ജൂലിയ ഈ ഒരു ഹോട്ടലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിൽക്കാണ്. അതുപോലെ അവിടെ നിന്ന് അവൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ ഒരു ഭൂമിയിലൊക്കെ സംഭവിക്കുകയാണല്ലോ, ആ ഒരു നഗരത്തെ മുഴുവനായിട്ടും വിഴുങ്ങുന്ന രീതിയിൽ പലയിടങ്ങളിലും ഭയങ്കരമായിട്ട് ആ ഒരു എർത്തിക്കൊക്കെ സംഭവിച്ചിട്ട് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും അവൾ ഇതുവരെയും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആ നഗരത്തിലെ പല ബിൽഡിങ്ങുകളും ഈ ഒരു ഭൂമികുലുക്കം വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ഒരു ബിൽഡിങ്ങുകളെല്ലാം ഇടിഞ്ഞ് മറിഞ്ഞ് താഴേക്ക് വീഴാണ്. ഇപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു നഗരം ഇപ്പൊ അതിന്റെ അവസ്ഥ നോക്കണം. റോഡുകളെല്ലാം രണ്ടായിട്ട് ഇടിഞ്ഞ് പലയിടങ്ങളിലും വലിയ കുഴികളൊക്കെ സംഭവിച്ച് ഈ വലിയ വലിയ ഹോട്ടലുകളിലെ കണ്ണാടിയെല്ലാം തകർന്ന് താഴേക്ക് വീഴുന്നു. അതേപോലെ തന്നെ ഈ ഇരുമ്പ് കമ്പികളും അതെല്ലാം നല്ല വേഗതയിൽ താഴേക്ക് വീഴാണ്. ഇതിന് താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം അതോടെ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെയുള്ള ജനങ്ങളെല്ലാം പലയിടങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അവരെ കൊണ്ട് കഴിയുന്നത് ഇത് വിട്ട് വെളിയിലേക്ക് പോവുക. പക്ഷെ വെളിയിൽ എന്താണ് സംഭവിക്കുന്ന അറിയത്തില്ല. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ജൂലിയയുടെ പിറകിൽ തന്നെ മെരീറ്റ ഉണ്ടായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും ജൂലിയെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ജൂലിയെ പിടിച്ചിട്ട് അങ്ങനെ ഓടിപ്പോകുന്നതും പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്കും ഈ ഒരു ഹോട്ടലിനകത്തുള്ള കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു വീണ് രണ്ടുപേരും തെറിച്ചൊരു വശത്തേക്ക് വന്ന് വീണിട്ട് മെരീറ്റയുടെ ബോധം പോവും. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഹീറോയിനും ആ ഒരു ലിഫ്റ്റിനകത്ത് കുടുങ്ങിയിരിക്കുകയാണല്ലോ. ഇവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് പവറെല്ലാം തിരിച്ചു വരുന്നു. പക്ഷെ അത് വന്നിട്ട് കാര്യമില്ല. ഈ ഒരു ലിഫ്റ്റ് കുടുങ്ങി കിടക്കാണ്, അതിനി വർക്കാവത്തില്ല. അതുപോലെ ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇവർ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ജൂലിയ ഈ ഒരു ഹോട്ടലിനകത്ത് ഈ കയറി എന്നുള്ള കാര്യം. ഇപ്പൊ ഇതും കൂടി അറിയുന്നതും രണ്ടുപേർക്കും ടെൻഷൻ കൂടി. കാരണം ജൂലിയക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അവള് സേഫ് ആണോ ഒന്നും അറിയാതിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ലിഫ്റ്റും വിട്ട് വെളിയിലേക്ക് പോകണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ അവന്റെ മകനും ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒരിക്കലും വെളിയിലേക്ക് ഇറങ്ങിയിരുന്നില്ല. അവരെല്ലാവരും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഈ ഒരു ഭൂമികുലുക്കം സംഭവിച്ചിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു ടേബിളിനടിയിൽ കയറി ഒളിച്ചിരുന്നത് കൊണ്ട് വലിയ രീതിയിൽ അവനും അവന്റെ ഗേൾഫ്രണ്ടിനും വലിയ രീതിയിൽ പരിക്കൊന്നും പറ്റിയില്ല. പക്ഷെ അവന്റെ പ്രൊഫസർ മറ്റ് സ്റ്റുഡൻസ് ഇവരുടെ എല്ലാവരുടെയും മുകളിലേക്ക് കോൺക്രീറ്റ് ഭിത്തിയെല്ലാം മറിഞ്ഞു വീണ് അതിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ പലയിടങ്ങളിലും ഈ ഒരു ബിൽഡിങ്ങുകൾക്കൊന്നും ഇപ്പൊ അതുപോലെ തന്നെ നിൽക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ബിൽഡിങ്ങുകളെല്ലാം ഓരോന്നായിട്ട് മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. ഇതേ സമയം ആ മൂലക്കിരുന്ന നമ്മുടെ ഈ മെറീറ്റ കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്ന് മയങ്ങിപ്പോയിരുന്നു. ഇപ്പൊ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ജൂലിയ മുന്നില് പരിക്കുപറ്റി കിടക്കുന്ന ഒരു സ്ത്രീയെ രക്ഷിക്കാനായിട്ട് പോയേക്കാണ്. പക്ഷെ അവരുടെ അടുത്തേക്ക് മെറീറ്റ വന്ന് നോക്കുമ്പോഴത്തേക്കും അവരെ എന്തായാലും രക്ഷിക്കാൻ കഴിയത്തില്ല. കാരണം അവരുടെ അവസ്ഥ അതുപോലെയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിനും ആ ഒരു ലിഫ്റ്റിനകത്ത് നിന്നിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു ലിഫ്റ്റിനകത്താണല്ലോ. അതുമല്ല രണ്ടുപേരും ഇപ്പൊ ആ ലിഫ്റ്റിനകത്ത് ഇരിക്കുമ്പോൾ വീണ്ടും ചെറിയ രീതിയിലൊരു കുലുക്കം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ രണ്ടുപേരും ആ ഒരു ലിഫ്റ്റിന്റെ മുകളിലത്തെ ഭാഗം കുത്തിപ്പൊളിച്ചിട്ട് അതുവഴി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഈ ഒരു ഹോട്ടലിന് അടുത്തായിട്ട് നിന്ന മറ്റൊരു ഹോട്ടൽ ഇതിന് മുകളിലേക്ക് മറിഞ്ഞു വീണ്. അത് കാരണം ഇവിടെയെല്ലാം പലയിടങ്ങളിലായിട്ട് ബ്ലോക്ക് ആയിട്ട് കിടക്കാണ്. ഇവർക്ക് രണ്ടുപേർക്കും വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. ഇപ്പോൾ ഹീറോ വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ മെറീറ്റ അതേപോലെ തന്നെ ജൂലിയ ഇവർ രണ്ടുപേരും മുകളിലുണ്ട്, അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പോൾ മുകളിൽ കാണിക്കുമ്പോഴത്തേക്കാണ് മെറീറ്റയും ജൂലിയയും ആ പരിക്ക് പറ്റിയ സ്ത്രീ ഉണ്ടല്ലോ അവരെ പിടിച്ചു വെച്ചേക്കാണ്. അതുമല്ല ചെറിയ രീതിയിൽ ഈ ഒരു കുലുക്കം പിന്നെയും സംഭവിക്കുമ്പോൾ ഒരു വശത്തേക്ക് അവർ തെറിച്ചു പോകുന്നുണ്ട്. എന്നാൽ അവർ വിടാതെ പിടിച്ചടുത്തേക്ക് തന്നെ ചേർത്ത് നിർത്തിയേക്കും. ഇപ്പോൾ മുകളിൽ നമ്മുടെ ജൂലി അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് അത് നമ്മുടെ ഹീറോ കേൾക്കുന്നതും
ജൂലിയയും മെറീറ്റയും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഇപ്പോൾ ടോപ്പ് ഫ്ലോറിലേക്ക് പോകണം. പക്ഷേ ഇവിടെയാണ് മറ്റൊരു പ്രശ്നം. അടുത്തുള്ള ആ ഒരു ബിൽഡിംഗ് അതേത് നിമിഷം വേണമെങ്കിലും തകർന്ന് ഇതിന് മുകളിലേക്ക് വീഴാം. കാരണം അതിന്റെ ഫൗണ്ടേഷനും എല്ലാം പോയിരിക്കുകയാണ്. അതുകൊണ്ട് അത് മറിഞ്ഞ് വീഴുന്നതിന് മുന്നേ തന്നെ മുകളിലേക്ക് പോയിട്ട് അവരെല്ലാവരും രക്ഷപ്പെടുത്തണം. ഇപ്പോൾ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് രണ്ടുപേരും ആ ഒരു ലിഫ്റ്റിന്റെ മുകളിലുള്ള ആ ഒരു കയറുണ്ടല്ലോ, ആ കേബിളിലെല്ലാം പിടിച്ചിട്ടാണ് രണ്ടുപേരും മുകളിലേക്ക് കയറുന്നത്, രണ്ടു വശത്തിലൂടെ. അങ്ങനെ കുറേ ദൂരം മുകളിലേക്ക് പോകുന്നതും ഇപ്പോൾ വലിയൊരു കോൺക്രീറ്റ് പീസ് അതങ്ങനെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് നമ്മുടെ ഹീറോയിന്റെ കാലിലേക്ക് വന്നിടിക്കും. ഇടി കൊണ്ടിട്ട് നല്ല രീതിയിൽ പരിക്ക് പറ്റിയ ഹീറോയിന് പോരാടി പോലും മുകളിലോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഹീറോയിൻ അവിടെ കുറേ നേരം നിൽക്കുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് അവളെയും പിടിച്ച് എന്തായാലും രണ്ടുപേർക്ക് മുകളിലേക്ക് പോയേ മതിയാവും. അതുകൊണ്ട് ഹീറോയിനെ പിടിച്ചിട്ട് പതിയെ മുകളിലേക്ക് തന്നെ പോവാണ്. ഇപ്പോൾ കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവർക്ക് വെളിയിലേക്ക് പോകാനായിട്ട് ചെറിയൊരു ഭാഗമുണ്ട്. പക്ഷെ അത് ലിഫ്റ്റിന്റെ ഇവർ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അങ്ങനെ അവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കയറിൽ പിടിച്ചിട്ട് വേണം തൂങ്ങി മുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അവൻ ആദ്യം തന്നെ ആ ഒരു കയറിൽ ചാടി പിടിച്ചിട്ട് മുകളിലേക്ക് കയറി. ഇനിയിപ്പോൾ നമ്മുടെ ഹീറോയിന്റെ അവസരമാണ്. അങ്ങനെ ഹീറോയിൻ അങ്ങനെ ആ ഒരു കയറിൽ പിടിച്ച് നിൽക്കുന്നതും വീണ്ടും ഭൂമി ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട്. എന്നാലും മുകളിലേക്ക് കയറിയില്ലേ മതിയാവും. അതുകൊണ്ട് ഹീറോയിൻ ആ ഒരു കയറിൽ പിടിച്ചിട്ട് എങ്ങനെയോ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതും ആ ഒരു കയറ് പെട്ടെന്ന് കട്ടായി ഹീറോയിൻ അലറി വിളിച്ചുകൊണ്ട് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്ക് എങ്ങനെയുണ്ടാവും? കാരണം ഇനിയിപ്പോൾ ഹീറോയിൻ ഒന്നും ചെയ്യാനും കഴിയത്തില്ല, താഴേക്ക് പോകാനും കഴിയത്തില്ല. ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, തന്റെ മകളെ രക്ഷിച്ചേ മതിയാവും. എന്തായാലും ഹീറോയിൻ പോയി. അങ്ങനെ ഹീറോ നേരെ മുകളിലേക്ക് വീണ്ടും പോവാണ്. അങ്ങനെ ഹീറോ മുകളിലേക്ക് വന്നിട്ട് അവസാനം നമ്മുടെ ജൂലിയനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഹീറോ ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ജൂലിയയ്ക്ക് കുറച്ചെങ്കിലും സമാധാനമാവുന്നത്. അങ്ങനെ രണ്ടുപേരെ കെട്ടിപ്പിടിച്ചിട്ട് ഇനിയിപ്പോൾ താഴേക്ക് പോകണല്ലോ. അതുപോലെ ഇവർ നിൽക്കുന്ന ആ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും താഴേക്ക് വീഴാം. അതുപോലെ നിൽക്കാണ്. പെട്ടെന്ന് കാണിക്കുമ്പോൾ ഇതിന്റെ ആ ഒരു ഭാഗം, ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗം ചെറുതായിട്ട് കുലുങ്ങിട്ട് ജൂലിയുടെ പിടി വിട്ട് അവൾ തെന്നി താഴേക്ക് പോകും. ഇത് കാണുന്ന ഹീറോയ്ക്കാണെങ്കിലോ തന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ തന്റെ മകളെ നഷ്ടപ്പെടാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയും ജൂലിയുടെ കൂടെ തന്നെ ചാടും. ഇപ്പോൾ നമ്മുടെ ജൂലി ആണെങ്കിൽ എഴഞ്ഞു വന്നിട്ട് ഒരു ഗ്ലാസിന് മുകളിലേക്കാണ് വന്ന് വീണിട്ടുള്ളത്. അതുപോലെ അവളുടെ വെയിറ്റ് ആണെങ്കിൽ ആ ഒരു ഗ്ലാസിന് താങ്ങാനും കഴിയുന്നില്ല. അത് പതിയെ പതിയെ പൊട്ടി ജൂലിയെ താഴേക്ക് വീഴുന്നതും ഹീറോ പെട്ടെന്ന് വന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് തൂങ്ങി കിടക്കുന്നത് നമ്മുടെ ജൂലിയെ പിടിച്ചു വെച്ചേക്കാണ്. അതുപോലെ അവളാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ മെറീറ്റേ മുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ അവളും താഴേക്ക് വന്നിട്ട് ജൂലിയെ പൊക്കി മുകളിലേക്ക് എടുത്ത് നമ്മുടെ ജൂലിയെ രക്ഷപ്പെടുത്തും. ഇപ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തേക്കാണ് അവരവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭൂമി ഒലുക്ക ഇനിയിപ്പോൾ സംഭവിക്കുന്നില്ല. ഇപ്പോൾ സംഭവിച്ച ആ ഒരു കാര്യം അത് അവസാനിച്ചു. അതുകൊണ്ട് ഈ ഒരു ബിൽഡിംഗ് ഇനി തകർന്ന് വീഴാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ജൂലിയനെ കൂട്ടി ഹീറോ വീണ്ടും മുകളിലേക്ക് പോവാണ്. കാരണം ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങണമല്ലോ. അങ്ങനെ മുകളിലേക്ക് വന്നതിന് ശേഷമാണ് ഹീറോ ഇവരെല്ലാവരും വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ നഗരത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഇവർ തന്നെ ഞെട്ടിപ്പോയി. കാരണം എല്ലാം നശിച്ചു. ഇതിലിനി എത്ര മനുഷ്യർ ബാക്കിയുണ്ട്, എത്ര പേര് മരിച്ചു, ഒന്നും അറിയത്തില്ല. ആ അവസ്ഥയിൽ ഈ ഒരു നഗരം മുഴുവനായിട്ട് നശിച്ചു കിടക്കുന്നു. അതുപോലെ മെറീറ്റയ്ക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ മെറീറ്റ നേരെ അവളുടെ വീട്ടിലേക്ക് വന്ന് അവളുടെ അച്ഛൻ്റെ ആ ഒരു റൂമിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ അച്ഛൻ എത്ര വലിയൊരു കാര്യമാണ് കണ്ടുപിടിച്ചതെന്ന് അവൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തെ പറ്റി അയാൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് മെറീറ്റ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ, ജൂലിയ, ഹീറോയുടെ മകൻ, ഇവര് മൂന്നുപേരും ഇപ്പോൾ മലയുടെ മുകളിലുള്ള നമ്മുടെ ഹീറോ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് പോവാണ്. ഇത്രയും പ്രശ്നം നടന്നിട്ട് ഈ ഒരു നഗരം വിട്ട് പിന്നെയും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭൂമിയിലൊക്കെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഈ ഒരു സ്ഥലമാണ് സേഫ് എന്ന് നമുക്ക് ഒട്ടും പറയാൻ കഴിയത്തില്ല. എന്തായാലും ഹീറോ തന്റെ കുടുംബമായിട്ട് നേരെ പോകുന്നത് അവിടേക്കാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവിടെ മരിച്ചാലും ഹീറോയ്ക്ക് ഹീറോയിനെ നഷ്ടപ്പെട്ടു. ആ ഒരു വിഷമം നല്ലതുപോലെ ഉണ്ട്. പക്ഷെ തന്റെ കുടുംബം ഇപ്പോൾ വീണ്ടും തന്നോടൊപ്പം ഒത്തുചേർന്നിട്ട് ഇപ്പൊ ഇവരെല്ലാവരും അങ്ങനെ പോകുന്നത് ഹീറോയുടെ മനസ്സിലുള്ള ഒരേ ഒരു ചോദ്യം, ഈ ഭൂമി ഉരുക്കം അതിന് വീണ്ടും സംഭവിക്കുമോ? കാരണം കോൺ നടത്തിയിരുന്ന ആ ഒരു റിസർച്ച് തുടർന്ന് നടത്താനായിട്ട് ഹീറോ തീരുമാനിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു എർത്തിക്കൊക്കെ അത് സംഭവിക്കുന്നതിന് മുന്നേ അതെങ്ങനെയെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു ടെക്നോളജി കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഹീറോ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.